Hi everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നട്ടി ബബിൾ കേക്ക്. നട്ട്സും പിന്നെ വൈറ്റ് ചോക്ലേറ്റും ബൂസ്റ്റ് പൗഡറും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു അടിപൊളി കേക്കാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന കേക്ക് പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇടയിൽ ഇങ്ങനെ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മെഷർ ചെയ്തെടുത്തിട്ട് അത് സിഫ്റ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 240 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് കുറച്ച് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡാർക്ക് കളർ വരണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ബൂസ്റ്റ് പൊടിയും പിന്നെ മൈദയും ചേർത്ത് കൊടുക്കാനുണ്ട്. ബൂസ്റ്റ് പൊടി ഞാനിപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 5 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കറ്റ് ഇല്ലേ, അത് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ഭാഗം മുഴുവൻ മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ അരിക്കുന്ന സമയത്ത് ചിലപ്പം ബൂസ്റ്റ് പൗഡർ ഇങ്ങനെ കട്ട കെട്ടിയിട്ട് കിടക്കും. അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് കറക്കിയാൽ മതി. അപ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കുമല്ലോ, ആ സമയത്ത് ഈ ബൂസ്റ്റിൻ്റെ പൊടിയാത്ത ഈ സംഭവം അതിലേക്ക് ഇട്ടിട്ട് പഞ്ചസാര പൊടിച്ചതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് ചേർക്കുന്ന സമയത്ത് അതും കൂടായിട്ട് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കേക്ക് ടീൻ റെഡിയാക്കി വെക്കുന്നതാണ് നല്ലത്. എന്നാൽ പിന്നെ നമ്മുടെ പണി എളുപ്പമാവും. അപ്പോൾ ഞാൻ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുത്തിട്ട് അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സൈഡിലും താഴ്ഭാഗത്തുമായിട്ട് ബട്ടർ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 4 മുട്ടയാണ് വേണ്ടത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആവണം. പിന്നെ ഈ എടുക്കുന്ന ബീറ്ററിൻ്റെ ബ്ലേഡ്സും ബൗളും ഒന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ടുള്ളത് വേണം എടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ലപോലെ വരുള്ളൂ. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കഴിക്കുമ്പോൾ മുട്ടൻ്റെ സ്മെല്ലുണ്ടെന്ന് കുറേ പേര് പറയലുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണിത്. നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് വാനില എസൻസ് ചേർക്കുക. ഏതാണ്ട് ഒരു 1/2 ടീസ്പൂണോളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ മുട്ടൻ്റെ കൂടെ തന്നെ അത് ചേർത്ത് ബീറ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വാനില എസൻസ് ചേർക്കരുത്. ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം ആ മുട്ടൻ്റെ സ്മെല്ല് പോയി കിട്ടും. അങ്ങനെ മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ബൂസ്റ്റ് അരിക്കുന്ന സമയത്ത് അതിലിങ്ങനെ കട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പഞ്ചസാര പൊടിക്കുന്നതിലേക്ക് അതും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. അതാണ് ഒരു ചെറിയ കളർ വ്യത്യാസമല്ലേ. ഇനി നമുക്കിതിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക പഞ്ചസാര. ഇങ്ങനെ ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ ബൂസ്റ്റും മൈദയും കൊക്കോ പൗഡറും എല്ലാം കൂടെ കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. സ്പാച്ചില വെച്ചിട്ടാണെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ മിക്സ് ആക്കുക. ബീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ 30 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഓയിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്ത് ചേർക്കുമ്പോഴും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ മുട്ടയും പഞ്ചസാരയും ബീറ്റായി കഴിഞ്ഞിട്ട് ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയാൽ തന്നെ മതി. അങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക. ഇതുപോലെ ചെയ്താലും കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
ഇനി നമ്മുടെ സ്പോഞ്ച് കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. കേക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ട് അതൊന്ന് ഇങ്ങനെ പതഞ്ഞു വരും. അപ്പോൾ ആ സമയത്ത് ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ ബാറ്റർ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൽ എയർ ബബിൾസ് എല്ലാം പോകാനായിട്ട്. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം. ഞാൻ ഇതുപോലൊരു വലിയ ചെമ്പിൻ്റെ അകത്ത് ചെറിയൊരു പാത്രം ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് കേക്ക് ടിൻ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സോസ് പാനിൽ നേരിട്ട് ഒഴിച്ചിട്ടും ചെയ്യാം. കേക്ക് ടിൻ അകത്തേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ പാത്രം മൂടി വെക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി വന്നപ്പോൾ ഞാനത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു. ചൂടാറിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്താണ്. ഇനി നമുക്ക് ഈ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. കേക്ക് കംപ്ലീറ്റ്ലി കൂളായതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം ഞാൻ ഒരു ടേൺ ടേബിളിൻ്റെ മേലെ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 kg കേക്ക് ബോർഡാണ്. എന്നിട്ട് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 30 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും കുറച്ച് ക്രീമും കൂടെ ചേർത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, ബദാം, പിന്നെ ചോക്ലേറ്റ് ചിപ്സ്. ഞാൻ ഡാർക്കും എടുത്തിട്ടുണ്ട്, വൈറ്റും എടുത്തിട്ടുണ്ട്, രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് എടുത്തത്. പിന്നെ ബൂസ്റ്റിൻ്റെ പൊടിയും വേണം. ഇതെല്ലാം നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാൻ പോണേ. അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ടേൺ ടേബിളിൻ്റെ മേലെ കേക്ക് ബോർഡ് വെച്ചാണ്. എന്നിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുകയാണ്. ഇത് റിറ്റ്സിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അതൊരു കപ്പ് എടുത്തിട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാരയും ഒരു ഇത്തിരി വാനില എസൻസും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് എടുത്തതാണ്. അത് ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രീമിൻ്റെ മേലെ നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര 1/4 കപ്പ് വെള്ളത്തിൽ മെൽറ്റാക്കി എടുത്തതാണ്. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ താഴത്തെ ലെയർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അധികം വെറ്റാക്കാൻ നിൽക്കരുത്. കാരണം ഇപ്പം നമ്മൾ മേലത്തെ ലെയറിൽ ഷുഗർ സിറപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ താഴത്തേക്ക് ഒലിച്ച് വരും. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തെല്ലാം കഴിയുമ്പോൾ ചിലപ്പോൾ കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഷുഗർ സിറപ്പ് പുറത്തേക്ക് വരുന്ന പോലെ ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴത്തെ ലെയറിൽ കുറച്ച് മാത്രം സിറപ്പാക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മേലെ ഒരു ലെയർ ക്രീം ആക്കി കൊടുക്കാം. ഞാൻ ഈ പൈപ്പിംഗ് ബാഗിൽ നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റോസൊക്കെ ചെയ്യുന്ന നോസിലുണ്ടല്ലോ, അതാണ്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ക്രീം സ്പ്രെഡാക്കാൻ പറ്റും. ക്രീം ആക്കി കൊടുത്തതിന് ശേഷം അതൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വൈറ്റ് ചോക്ലേറ്റിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും മിക്സ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. ഇനി ഇതിൻ്റെ മേലായിട്ട് നമുക്ക് ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിൽ ഇട്ട് കൊടുക്കാം. ഇത് നട്ട്സും ചോക്ലേറ്റ് ചിപ്സും കൂടെ ഞാൻ മിക്സാക്കി വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അടുത്ത ലെയർ കേക്ക് വെച്ചിട്ട് അത് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ക്രീമാക്കി കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ബൂസ്റ്റ് പൗഡർ ഇടുക. അതിനുശേഷം നട്ട്സും ചോക്ലേറ്റ് ചിപ്സും എല്ലാം വെച്ച് കൊടുക്കാം.
ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് അത് നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മേൽഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കേക്ക് മൊത്തത്തിൽ ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. ക്രീമാക്കി കഴിഞ്ഞിട്ട് മേൽഭാഗം നല്ലപോലെ സ്പാച്ചിൽ വെച്ച് ലെവൽ ചെയ്തെടുക്കണം. കാരണം നമുക്ക് അവിടെ ഡിസൈൻസ് ചെയ്യാനുണ്ട്. സൈഡ്സ് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവിടെ നമ്മൾ ചോക്ലേറ്റ് ചിപ്സും നട്ട്സും ഒക്കെ സ്റ്റിക്കാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ സൈഡ്സ് അത്ര കാര്യമായിട്ട് പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഇങ്ങനെ ക്രീം വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു 10-15 മിനിറ്റോളം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കേക്ക് ഞാനൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലായിട്ട് ബബിൾസ് വരയ്ക്കണം. നട്ടി ബബിൾ കേക്ക് എന്നാണല്ലോ പേര്. അപ്പോൾ ബബിൾസ് വരച്ചു കൊടുക്കാനുണ്ട്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്, ഒരു 40 ഗ്രാമൊക്കെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ക്രീമും കൂടെ ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഇങ്ങനെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തേത് ചെറിയ ബബിളാണെന്നുണ്ടെങ്കിൽ പിന്നെ വലുതാക്കുക. അങ്ങനെ സൈസിൽ ഡിഫറൻസ് വരുത്തിയിട്ട് ചെയ്തെടുക്കുക. ഇനി ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചോക്ലേറ്റ് ചിപ്സും നട്ട്സും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. സൈഡ്സ് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. നമുക്ക് ഏതാണ്ട് ഒരു 150 ഗ്രാമോളം നട്ട്സ് വേണ്ടി വരും. രണ്ടും കൂടെ 150 ഗ്രാം അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലപോലെ സ്റ്റിക്ക് ചെയ്യാനും പറ്റും. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ബബിൾസ് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ബബിൾസ് ആക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലെ ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കണം. ബൂസ്റ്റ് പൊടി ഇടേണ്ടത് ഒരു അരിപ്പയിലിട്ടിട്ടാണ്. അരിപ്പയിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ട് അത് ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടി തട്ടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബബിളാക്കി കൊടുത്തതിൻ്റെ മേലെ ഇങ്ങനെ കുറച്ചും കൂടെ വൈറ്റ് ചോക്ലേറ്റ് റൗണ്ടിൽ വെച്ച് കൊടുക്കുക. അതിനൊരു ഷേപ്പും ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ നട്ടി ബബിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന കേക്കിൽ നിന്നൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ല രസമാണ്. നട്ട്സ് എല്ലാം ഉള്ളിൽ വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 1200 ഗ്രാമിൻ്റെ ഒക്കെ അടുത്തുണ്ട്. അപ്പം സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 1 kg കേക്ക് ഈ ഒരു അളവിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്